നമസ്കാരം. നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളൊരു കഥയുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ബി.ജെ.പി. ഭരിച്ച് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. സംഖ്യകളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ? അത് ഗൂഗിൾ മാപ്പിൽ തന്നെയുള്ള സ്ട്രീറ്റ് വ്യൂ ലൊക്കേഷൻ മാപ്പ് വഴി സ്വാഭാവികമായിട്ടും നമുക്ക് ലഭ്യമായ വീഡിയോ ആണിത്. അതിന്റെ സ്ക്രീൻ വീഡിയോ ആണ് ഈ കാണുന്നത്. അതായത് ഗുജറാത്തിലെ ലിലോറ എന്ന് പറയുന്ന സ്ഥലം. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സ്ഥലത്തിലെ കുറച്ച് വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. വളരെ എന്താ പറയുന്നേ, റോഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയരുതല്ലോ. റോഡൊക്കെ കുഴപ്പമില്ല. കാണാനൊക്കെ കൊള്ളാം. ഓക്കെ, നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. ആ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവുക. അപ്പൊ രണ്ട് സൈഡിലൊക്കെ വീടിന്റെ ദൃശ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മാപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിള്. അപ്പോ ഈ സ്ഥലം ഗുജറാത്തിലെ ലിലോറ ലിലോറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നോക്കുക മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന് നോക്കുക. ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാലം ബി.ജെ.പി. ഭരിച്ച ഒരു സംസ്ഥാനമാണ്. അത് മാറാത്തതല്ല, ഒരുപാട് കാലത്തിന് മുമ്പ് മാറിയ സംസ്ഥാനം. നോക്കുക, നമ്മളെ ഈ അതിദാരിദ്ര്യർ എന്നൊക്കെ പറയാറില്ലേ? നമ്മളെ കേരളത്തില് നിലവിൽ അതിദാരിദ്ര്യർ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോഴ് കുറച്ച് ദാരിദ്ര്യം എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഒഴിവാക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മളെ ഓരോ വീടുകളുടെ മുമ്പിൽ പോയിന്ന് ബി.ജെ.പിയുടെ ഈ കഴിഞ്ഞ ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ വാതോരാതെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അവര് മാറ്റുമത്രേ. ഈ കാഴ്ചയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന വീഡിയോ എങ്ങനെയാ? യൂട്യൂബേഴ്സ് ഒക്കെ ഹൈവേ വഴി ഇങ്ങനെ പോകുന്നുണ്ട്, ഗുജറാത്തിലെ കുറെ വീഡിയോസ് എടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് നോക്കിയേ, ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാ. നമ്മുടെ തന്നെ ഇന്ത്യയില് നമ്മൾ കാണാത്തൊരു കാഴ്ചയാണിത്. ഗൂഗിളിന്റെ സ്ട്രീറ്റ് വ്യൂ മാപ്പിലുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി ഈ കാഴ്ചക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊരു ഗ്രാമമാണ്. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലാം എന്താ പറയുന്നേ, ഓരോ വീടുകളുടെയൊക്കെ അവസ്ഥയാ. വീടുകളുടെയൊക്കെ മുമ്പിലൂടെയുള്ള വഴികളൊക്കെ നോക്കിയേ. ഇതൊക്കെ അവിടുത്തെ ഹൈടെക് വീടുകളും. ഇവിടെയൊക്കെയാ മനുഷ്യര് താമസിക്കുന്നത്. ഒരു ഗ്രാമം ഇപ്പോ ഏതാണ്ട് ഒന്നോ രണ്ടോ വീടൊക്കെ ആണ് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഗ്രാമം മൊത്തം ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലായിടത്തും പശു വളർത്തലാണ് അവരുടെയൊക്കെ പൊതു തൊഴിലെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലായിടത്തും പശുക്കളോ അല്ലെങ്കിൽ നാൽക്കാലികൾ എല്ലായിടത്തും കാണുന്നുണ്ട്.